നമ്മുടെ മൈസൂർ ബ്ലോഗ് കണ്ടിട്ട് ഒരു സ്റ്റുഡന്റ് ഇന്ന് മൈസൂരിൽ പോവാണ്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചർ അമ്മ ഇത് എങ്ങോട്ടാണ് ഈ നടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുകയല്ലേ? ഞാൻ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു പുതിയ വഴി കൂടെയാണ് നടന്ന് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുന്നത്. നമ്മുടെ പാരിപ്പള്ളി പ്രോപ്പർട്ടിയിൽ എത്തിയപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു വേറെ വഴി കിടക്കുന്നു. നമ്മൾ വെച്ചാൽ ഓരോ പുതിയ വഴികൾ ഇങ്ങനെ തണ്ടാം. രസമല്ലേ? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് മില്ലറ്റോളം മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിന് വന്നു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കിട്ടുന്നൊരു സന്തോഷം അല്ലേ ഏട്ടാ? എന്താ ഫീൽ ചെയ്യുന്നത്? വളരെ നല്ലൊരു ഫീലിംഗ് കേട്ടോ. പറഞ്ഞറിയിക്കാം. രാവിലെ നമ്മളിങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ്, ചെടിയും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്തുകൂടെ അത് നല്ല നാട്ടിൻപുറമാണ് കേട്ടോ. നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ വണ്ടി ബഹളം മാത്രമല്ല വളരെ ഡേഞ്ചറാണ് കേട്ടോ. വണ്ടി സൈഡിൽ കൂടെ വരുന്നത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടുവഴിയും കയ്യാലയും കൈതപ്പൂവും നല്ല മുക്കുറ്റിയും ചെടികളും ഒക്കെ അതിൻ്റെ ഇടയിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് അമേസിങ്. നമ്മുടെ അമലക്കുട്ട ഇന്ന് മുതൽ 9ാം ക്ലാസ്സിലെ ട്യൂഷന് പോവുകയാണ്. ഇന്നലെ പോയി ടീച്ചറെ കണ്ടു. ഹോം ട്യൂഷനാണ്. അനുഗ്രഹം മേടിച്ചു വന്നു. അപ്പോൾ ഇന്നലെ അഡ്മിഷൻ എടുത്തു. ഇന്ന് ക്ലാസ് തുടങ്ങിയാണ്. അമലുവിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരണം. അതുപോലെ അമലു ടീച്ചർ ഒരു കാര്യം ചോദിച്ചിരുന്ന്, അമലുവിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ അടിയൊക്കെ തെറ്റ് വരുത്തി അടി കൊടുത്താൽ വിഷമമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഞാൻ പറയും ഒരു വിഷമവുമില്ല. ചെറിയ തെറ്റ് വന്നാൽ ചെറിയ അടികളൊക്കെ കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, അവർ സ്നേഹപൂർവ്വം ചോദിച്ചതാ കേട്ടോ. കാര്യം ചില രക്ഷിതാക്കളെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, എൻ്റെ അങ്ങനെ നോക്കി പോലും പേടിപ്പിക്കരുത്, അങ്ങനെയൊന്നുമില്ല. നമ്മളെ കുട്ടികളെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് അധ്യാപകർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അമലു ഒന്ന് ട്യൂഷന് പോയി തുടങ്ങുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ പ്രേക്ഷകരോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ട്യൂഷൻ. അപ്പൊ ബാക്കിയുള്ള സമയം മൊത്തം ഇവിടെ കിടന്ന് നിങ്ങൾ കാണുന്നില്ല വീഡിയോയിലും മാറിയലും ഓട്ടവും ചാട്ടവും ഇവിടെ കിടന്ന് ആ വെയിൽ മൊത്തം ഒരുപൊടി വെയിൽ കളയാതെ മൊത്തം കൊള്ളുന്നുണ്ട്. അപ്പം കുറച്ച് സമയമെങ്കിലും ട്യൂഷന് പോയിട്ട് അടങ്ങിയിരിക്കുമല്ലോ. ഇന്ന് കണ്ണമോനാണ് അവൻ്റെ ഗാർഡിയൻ. കണ്ണനാണ് ഇന്ന് ട്യൂഷന് കൊണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരുടെ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കണം. അപ്പോൾ എനിക്ക് ഈ ജേണൽ ഒന്ന് എഴുതി കൊടുത്ത് വിടണം. ജേണൽ ഈ മാസം ഓൾറെഡി അയച്ചു. കുറച്ച് ജേണൽസ് ലാസ്റ്റ് വന്ന് ഓർഡർ ചെയ്യുന്ന കൊടുത്ത് വിടണം. 10 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉള്ളൂ. അപ്പോൾ ഞാനത് പെട്ടെന്ന് എഴുതട്ടെ കേട്ടോ. അമലു പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. അമലു ഓക്കെ അല്ലേ? റെഡി സെറ്റ് ഓക്കെ. ഒന്ന ബാഗിനകത്ത് ചേട്ടൻ പാക്ക് ചെയ്യുന്ന ജേണൽസ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അയക്കാനായിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്ത് വിടാനാണ്. ഡേ ഫോണിൽ കളിച്ചോണ്ടിരിക്കാതെ വേഗം പോ. അമലു ബാഗ് എടുക്കും, വേഗം ആവട്ടെ. അച്ചമ്മയുടെ ഒന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോകട്ടോ. കാലുകളുണ്ട്, ഈ കാലിലും തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക. അനുഗ്രഹങ്ങൾ പലരും ചോദിക്കാറുണ്ട്, കണ്ണനും അമലും തമ്മിൽ അടി കൂടാറുണ്ടോ ടീച്ചറമ്മയെന്ന്. ചെറുപ്പം മുതലേ അവർ രണ്ടുപേരും നല്ല സ്നേഹവും ഐക്യതയാണ് കേട്ടോ. അവർ രണ്ടുപേരും തമ്മിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കണ്ണൻ നന്നായിട്ട് കുഞ്ഞുനാൾ മുതലേ അവനെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ കണ്ണമ്മോ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്. അമലുവിൻ്റെ ഹെൽമെറ്റ് നമ്മുടെ ഓഫീസിലിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അതെടുത്ത് വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ട്യൂഷനിലേക്ക് പോവാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ബുള്ളറ്റിൻ്റെ അപ്ഡേറ്റ് എന്തായി? കുറേ ദിവസം ആയില്ല ബുള്ളറ്റ് ഓർഡർ ചെയ്ത് കിട്ടിയില്ലേ? ബുള്ളറ്റിന് പേയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പേയ്മെൻറ്റ് 3 ദിവസം എടുക്കും. അതിൻ്റെ സപ്ലൈ ഓർഡർ റിലീസ് ആവാൻ. എറണാകുളത്ത് പോകണം അല്ലേ? എറണാകുളത്ത് പോകണം. ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഞാൻ പറയാണ് ക്യാൻറ്റീൻ ഫെസിലിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഈ പേപ്പർ വർക്ക് ചെയ്യേണ്ടിയുണ്ട്. നമുക്കൊരു കുറച്ച് പൈസയുടെ ഉപയോഗം കിട്ടുന്നില്ലേ? അതെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ. അപ്പോൾ എറണാകുളത്ത് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലാസ് എടുത്തോളാം. കാര്യം ഒരു വ്ളോഗ് കൂടെ ചെയ്യല്ലേ. ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് യാത്രയും കൂടെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എറണാകുളം വ്ളോഗ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 PM ക്ലാസ്സിലാണ് കേട്ടോ. 1 PM ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം നമ്മുടെ മൈസൂർ വ്ളോഗ് കണ്ടിട്ട് ഒരു സ്റ്റുഡൻറ്റ് ഇന്ന് മൈസൂരിൽ പോവാണ്. നമ്മുടെ വ്ളോഗ് കണ്ട് ആള് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അതുപോലെ നേടി. ആ സ്റ്റോറി ആ കുട്ടി തന്നെ പറയും, നിങ്ങൾ കേട്ട് നോക്കി. ഞങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നേയില്ല. അപ്പം ഇങ്ങനെ അപ്പോഴാണ് ടീച്ചറിന്റെ വീഡിയോ വന്നത്. അപ്പൊ ഞാൻ
ഡെയിലി ഈ വീഡിയോ ഇരുന്ന് കാണും. പാലസിൽ പോകുന്നത്, ടീച്ചർ മൈസൂർ vlog, ബോട്ടിലൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഡെയിലി ഇത് തന്നെയാ. അങ്ങനെ ഞങ്ങള് നാളെ പോവാ. നാളെ രാവിലെ കാറിലാ പോകുന്നത്. അതുപോലെ ഈ സ്ഥലങ്ങളിലെല്ലാം പോണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ മണി മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. എത്രത്തോളം മണി വന്നു? 2 lakhs മേലെ വന്നിട്ടുണ്ട് അക്കൗണ്ട്. ഞാൻ പില്ലോ ടെക്നിക്കൽ എഴുതി വെച്ചിരുന്നു. എന്താ എഴുതിയേ? സൗദിയില് മോളുടെ അടുത്തേക്ക് വരണമെന്ന്. എൻജോയ്ഡ് വിത്ത് അവർ ചിൽഡ്രൻ. ഭയങ്കര വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ പില്ലോ ടെക്നിക്ക് മാനിഫെസ്റ്റ് ആയല്ലേ? അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ടീച്ചർ അമ്മയുടെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയും പോസിറ്റീവും ആണ്. വെരി ഗുഡ്. ഇപ്പൊ ഒരു വിഷമമില്ല, എപ്പോഴും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു ആള്? നേരത്തെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ബേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പുള്ളിക്കാരി ഫുൾ ടൈം ഹാപ്പിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഡോക്ടറാണ്. അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ക്ലാസ്സിന്റെ സെക്കൻഡ് ഡേയില് ഞാനിങ്ങനെ കേറാൻ പോയപ്പോൾ എന്റെ മനസ്സിൽ പൈസ വന്നില്ലല്ലോ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ മെസ്സേജ്. അത് എത്ര രൂപ ഉണ്ടായിരുന്നു? ഓക്കെ, 25,000 കിട്ടി. അത് എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇതില് പറഞ്ഞു നെഗറ്റീവ് അടിക്കണ്ടായിരിക്കും. ഒന്ന് ചുരുക്കി പറഞ്ഞു. തോട്ട് ഭയങ്കരമായിട്ട് ഞാൻ എന്താണോ നമുക്കുള്ള നെഗറ്റീവ് അതിലേക്ക് എന്നെ ഫോക്കസ് ചെയ്തത് ഫുൾ ടൈം അങ്ങനെയായിരുന്നു. ഇത് അങ്ങനെ എങ്ങനെയാണ് മാമിനെ കണ്ടേന്ന് ഇതുവരെ മാമിന്റെ ചാനൽ കണ്ടിട്ടേ ഇത് സത്യമായിട്ടും പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് കണ്ടു. എങ്ങനെയോ ഞാൻ അതിൽ വന്ന് കയറി. എന്റെ ഭാഗ്യം തന്നെ പറയാം. ഈ 3 മാസമായിപ്പോ അതുകൊണ്ട് തന്നെ 3 മാസത്തേക്ക് ഞാൻ ഗോൾഡിലും കയറിയിട്ടുണ്ട്. ഒരുപാട് മാറ്റി. ഇപ്പൊ ഞാൻ അങ്ങനത്തെ തോട്ടേ ഇല്ലേ. ഫുൾ ടൈം ഇങ്ങനെ ആ ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡാൻസ് മക്കളൊക്കെ പറയുന്നു വേറെ ലെവലായല്ലേ? ഇട്ടിട്ട് വരാണ് അവരോടെ കളിക്കാൻ. ഉമ്മ ഇപ്പൊ വേറെ ലെവലായി. അവര് കമ്മിറ്റിയിൽ കൂട്ടി തരാന്ന് പൂരത്തിന്റെ നേർച്ചയ്ക്കൊക്കെ. അതുപോലെ ഫുൾ ടൈം. അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിൽ നിന്ന് സന്തോഷം വരുന്നുണ്ട്. വീട് സ്വർഗതുല്യമായോ? ഓക്കെ, അതെ. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. എന്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, നീ ഉറങ്ങുന്ന കണ്ട എനിക്ക് സമാധാനമായി. വെരി ഗുഡ്. അങ്ങനെ ഒരു അതേപോലെ നമുക്ക് ഒരു ആൻസൈറ്റി പോലെയാണ് ചില അങ്ങനത്തെ ഒരു ഇത് പോലെ. അതെനിക്ക് പൂർണ്ണമായും അത്ര ഒരു ഭയങ്കര മാറ്റം. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും എനിക്ക് പറയണം, 10 ദിവസം കൊണ്ട് അല്ല, നിരന്തരം ഇതേ പറഞ്ഞ പോലെ. ഞാനിപ്പോ ഇത് 3rd month ആണ്. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു 10 ദിവസം ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതെ, എല്ലാവരും അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ടീച്ചറമ്മ പറഞ്ഞത് കണ്ണും കൂട്ടി വിശ്വസിക്കും. അത്ര മാത്രമേ പറയാൻ. ഇപ്പൊ നമുക്ക് നല്ല ശാന്തി സമാധാനം ഒക്കെ ഉണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഗോൾഡ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അവർക്ക് ഞാൻ വർക്ക് കൊടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഒരുപാട് വീഡിയോസ് ടീച്ചർമാർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ കണക്റ്റഡ്. ലവ് യു ഓൾ. ബ്ലെസ്സിങ്സ്.